ഇത് വീട്ടിൽ കഴിക്കാൻ മേടിച്ച അവക്കാഡോയുടെ സീഡാണ്. ഇതിന്നിപ്പം മുളപ്പിച്ച് നോക്കാം. അതിനാദ്യമായിട്ട് ഈ സീഡ് കുറച്ച് നേരത്തേന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം ഒരു പോളി ബാഗ് എടുക്കുന്നു. പോളി ബാഗിലായിട്ട് നമുക്കിനി പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കുറച്ച് ചരലൊക്കെ ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ആയി പോകാനെ കൊണ്ടാണ് ചരൽ ചേർക്കുന്നത്. നമ്മുടെ പോട്ടി മിക്സിൽ വരുന്നത് കുറച്ച് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മണ്ണും മോസും കൂടെ ചേർത്തുള്ള ഒരു മിക്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇനി ആ പോളി ബാഗിൽ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഈ മിക്സ്ചർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ സീഡ് പ്ലേസ് ചെയ്യുന്നത്. അപ്പം ഫില്ല് ചെയ്ത ശേഷം നമ്മൾ കുതിർത്ത് വെച്ച സീഡ് എടുക്കുന്നുണ്ട്. സീഡിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ കാണുന്ന ഈ പോർഷൻ താഴത്തൊക്കെ വരത്തിൽ വേണം സീഡ് വെക്കാനൊക്കെ ഉണ്ട്. എന്നാണ് റൂട്ട് താപ്പോട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ തന്നെ അത് അതിൻ്റെ മണ്ടയിലോട്ട് പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്തിട്ട് ബാക്കി പോട്ടി മിക്സ് അതിന് ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ സീഡ് മുളപ്പിക്കുന്നതിനായിട്ടുള്ള ആദ്യ പടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി തണലത്ത് വെച്ച് നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നന്നായിട്ട് മുള വരും. നട്ടിട്ട് 2 ആഴ്ച കഴിയുമ്പോഴത്തേന് ഇതുപോലെ നന്നായിട്ട് മുളയൊക്കെ വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സീഡ് കവർ ചെയ്യുന്ന രീതിയിൽ പോട്ട് മിക്സ് ഫില്ല് ചെയ്യല്. ഇങ്ങനെ കുറച്ച് പുറത്ത് കാണുന്ന രീതിയിൽ തന്നെ സീഡ് വെച്ചേക്കണം. ഇല്ലെങ്കിൽ അത് അഴുകിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്.